ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞ സംഭവം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ നേരെ കേട്ടതാ. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്മരണികയിൽ ഇതിന്റെ സൂചനയുമുണ്ട്. ബഹുമാനപ്പെട്ടവർ സമത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ അഖില കേരള ജംഇയ്യത്തുലമയിലേക്ക് പോയി. അഖില കേരള ജംഇയ്യത്തുലമയിലേക്ക് ഗുരുനാഥൻ പോയപ്പോൾ ആ ഗുരുനാഥൻ ഇദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ അഖിലയിൽ പ്രവർത്തിക്കണം. ഗുരുനാഥൻ അഖിലയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഉസ്താദാണെങ്കിൽ സമത്തൊക്കെ വേണ്ടി ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യൻ, സമത്തൊക്കെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അഖിലയിൽ പോകും? എന്നാൽ ഉസ്താദിന്റെ നിർദ്ദേശം എങ്ങനെ അവഗണിക്കും? രണ്ടിന്റെയും മധ്യത്തിൽ അദ്ദേഹം വിഷമിച്ചു. പ്രവർത്തകരെ മനസ്സിലാക്കണം, അതും സമത്ത ഇതും സമത്ത എന്ന് പറഞ്ഞൊരു കൂട്ടർ വരുമ്പോ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിഷ്പക്ഷരായ ആളുകൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈദ്രോസ് മുസ്ലിയാർ ശങ്കിച്ചു, എന്തു ചെയ്യണം? അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിനോട് മുഷാവറ ചെയ്യാം. ചാപ്പനങ്ങാടി ഉസ്താദിനോട് മുഷാവറ ചെയ്യാമെന്ന് തീരുമാനിച്ച് ചാപ്പനങ്ങാടി ഉസ്താദിനെ കാണാൻ തീരുമാനിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പാലപ്പുറപ്പള്ളിയിൽ റൂം അടച്ചുകൊണ്ട് ഖൽവത്തിലിരിക്കുന്ന സമയമാണ്. വാതിലടച്ചുള്ളിലിരിക്കും, അത്യാവശ്യത്തിന് പുറത്തിറങ്ങും, ആരോടും സംസാരിക്കില്ല. എന്തു ചെയ്യും? ഹൈദ്രോസ് മുസ്ലിയാർ വളരെ സങ്കടപ്പെട്ടു, എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അദ്ദേഹം നിൽക്കുന്ന സന്ദർഭത്തിൽ രണ്ടും കൽപ്പിച്ച് ഈ കാര്യത്തൊരു തീരുമാനമെടുക്കണം. ഉസ്താദിനെ ധിക്കരിച്ച് സമത്തയിൽ നിൽക്കണോ? സമത്ത ഇക്കാലവും ചെയ്ത സേവനം ഒഴിവാക്കിയിട്ട് ഞാൻ അഖിലയിൽ പോകണോ? അദ്ദേഹം നേരെ കയറി ചെന്നു പാലപ്പുറപ്പള്ളിയിലേക്ക് നേരെ കയറി ചെന്നപ്പോൾ രാത്രി വിളിച്ചു പറഞ്ഞിട്ട് വരുന്നത് പോലെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ് വാതിൽ തുറന്നു വെച്ച് കാത്തിരിക്കുന്നു. അത്ഭുതം! ഖൽവത്തിലിരിക്കുന്ന ആരോടും സംസാരിക്കാത്ത മനുഷ്യൻ കാത്തിരിക്കുന്നു. നേരെ അങ്ങ് കയറി ചെന്നു, സലാം പറഞ്ഞു, സലാം മടക്കി. ഒന്നും ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞില്ലത്രേ, ഒന്നും പറഞ്ഞില്ല. എന്നെ കേട്ട് നിൽക്കുന്ന ഈ പുരുഷാരം മനസ്സിലാക്കണം നമ്മുടെ സംഘടനയുടെ കരുത്ത്. അള്ളാഹുവിന്റെ വലിയും ആരിഫുമായിരുന്ന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഹൈദ്രോസ് മുസ്ലിയാരെ സലാം മടക്കിയിട്ട് വേറൊന്നും ചോദിക്കാതെ, ഹൈദ്രോസ് മുസ്ലിയാർ ഒന്നും പറയാതെ മനസ്സിലുള്ളത് വായിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു അത്രേ, സമത്ത കേരള ജംഇയ്യത്തുലമ മഹാന്മാരുണ്ടാക്കിയതാ. ആ മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ അങ്ങ് പോയിക്കോളും. അഖില പോയി. ഹൈദ്രോസ് ഉസ്താദ് ഉറച്ചു നിന്നു. അദ്ദേഹം കോട്ടുമല ഉസ്താദിന്റെയും അതുപോലെ തന്നെ എം ബഷീർ മുസ്ലിയാരുടെയും നമ്മുടെ പൂർവ്വഗാമികളുടെയും ഒക്കെ കൂടെ ഉറച്ചു നിന്നു. അങ്ങനെ വളർന്നുകൊണ്ട് സമത്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തകനായി SYSന്റെ സെക്രട്ടറി അദ്ദേഹം മുന്നോട്ട് പോയി. നമ്മൾ കണ്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ.